Dear students, welcome to 101.5 FM Akashawani Kannur. Radio teacher. Radio teacher. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. Dear students, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. Let us start. Radio teacher. Radio teacher. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം ആരംഭിക്കുകയാണ്. എൻ്റെ പേര് രന്ദീപ് തോട്ടത്തി, GHSS കൂത്തുപറമ്പ. സബ്ജക്ട് സോഷ്യൽ സയൻസ്. ഇനി ടീം അംഗങ്ങളെ പരിചയപ്പെടാം. ടീം എ. ഞാൻ അഭിഷേക് ബി. ഞാൻ ഗൗതം കൃഷ്ണ എസ്. ഞങ്ങൾ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൊകേരിയിൽ നിന്ന് വരുന്നു. ടീം ബി. ഞാൻ ഹെറിൻ വത്സൻ. ഞാൻ അദ്വൈത് പ്രകാശ്. നമ്മൾ ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം സി. ഞാൻ സ്നിയ. ഞാൻ ദിയ. ഞങ്ങൾ മുഴപ്പിലങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ഡി. ഞാൻ ഫാത്തിമ കെ. ഞാൻ ജിൽനാരാജ് KKV പാനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വരുന്നു. ടീം ഇ. ഞാൻ ഐഷാഹ റേബി. ഞാൻ അംജിത് രാജേഷ് TG. ഞങ്ങൾ സെന്റ് ജോസഫ് HSS തലശ്ശേരിയിൽ നിന്ന് വരുന്നു. അപ്പോൾ എല്ലാവരെയും ഇന്നത്തെ പ്രശ്നോത്തരിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Radio teacher. അഞ്ചാമത്തെ റൗണ്ട് ആരംഭിക്കുകയാണ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ പറയുന്ന ടീമിന് 5 മാർക്കും, അറിയില്ല എങ്കിൽ പാസ് ആയിരിക്കും. ആ പാസ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നവർക്ക് 3 മാർക്കും. ഇനി അറിയില്ല എങ്കിൽ ഏത് ടീമിന് വേണമെങ്കിലും ആൻസർ പറയാവുന്നതാണ്, പക്ഷെ അതിന് മാർക്ക് നൽകുന്നതല്ല. 5th റൗണ്ടിൽ ടീം എയോടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ISCO? ഫസ്റ്റ് പബ്ലിക് അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. യെസ്, കറക്റ്റ് ആൻസർ. ഫസ്റ്റ് പബ്ലിക് സെക്ടർ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. പ്ലേസസ് ഓഫ് ലൊക്കേഷൻ കുൾട്ടി, ബേൺപൂർ, ഹിരാൻപൂർ. എക്സ്പാൻഷൻ ഫോം ISCO, IISCO, ഇന്ത്യൻ അയൺ സ്റ്റീൽ ആൻഡ് കമ്പനി. ടീം എ 5 മാർക്ക് നേടിയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. വാട്ട് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് VISL? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. യെസ്, കറക്റ്റ് ആൻസർ. ടീം ബി 5 മാർക്ക്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ്, അത് കർണാടകയിലെ ഭദ്രാവതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫസ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ഇൻ സൗത്ത് ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം സിയോടാണ്. വിച്ച് ഈസ് ദ ന്യൂക്ലിയർ പവർ പ്ലാന്റ് സിറ്റുവേറ്റഡ് ഇൻ മഹാരാഷ്ട്ര? താരാപൂർ. യെസ്, കറക്റ്റ് ആൻസർ. ടീം സി 5 മാർക്ക് നേടിയിരിക്കുകയാണ്. ടീം ഡിയോടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇൻ രാജസ്ഥാൻ? നാരോറർ. തെറ്റാണ്. ടീം ഇ. പാസ്. ആർക്ക് വേണമെങ്കിൽ ആൻസർ പറയാം. രാവത് ഭട്ട. യെസ്, കറക്റ്റ് ആൻസർ. റാവത്ത് ഭട്ട. ടീം എക്ക് അഭിനന്ദനങ്ങൾ നേരുകയാണ്. താരാപൂർ മഹാരാഷ്ട്ര, റാവത്ത് ഭട്ട രാജസ്ഥാൻ, കൽപ്പാക്കമ്മൻ കൂടംകുളം തമിഴ്നാട്, കൈഗ കർണാടക, ഗുജറാത്ത് കാക്രപ്പാറ, നറോറ ഉത്തർപ്രദേശ്. ഇതാണ് ഇന്ത്യയിലെ മേജർ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ ഊർജ നിലയങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഇയോടാണ്. വിച്ച് ഗവൺമെന്റ് ഈസ് ഡൺ ദ മെയിൻ്റനൻസ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് വില്ലേജ് റോഡ്സ്? വില്ലേജ് റോഡുകളുടെ നിർമ്മാണവും അതിൻ്റെ മെയിൻ്റനൻസും ആരാണ് നടത്തുക? ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. യെസ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ഏതെല്ലാം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അറിയാമോ? എന്താണ് അതിൻ്റെ അർത്ഥം? ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ചില സ്ഥലങ്ങളിൽ മുനിസിപ്പാലിറ്റി അല്ലേ, കോർപ്പറേഷൻ. അതായത് ഗ്രാമപഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ, ഇവയാണ് പ്രധാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ഇതിൽ വില്ലേജ് റോഡുകളുടെ നിർമ്മാണവും
പുനർനിർമ്മാണവും ഒക്കെ നടത്തുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ടീം ഇ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്, 5 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ഇയോട് തന്നെയാണ്. വിച്ച് ഈസ് ചീപ്പസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ? വാട്ടർ ട്രാൻസ്പോർട്ട്. യെസ്, കറക്റ്റ് ആൻസർ. ടീം ഇ 5 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഡിയോടാണ്. ഹൗ മച്ച് മീറ്റർ ഈസ് ദ റെയിൽ ഗേജ് ഓഫ് ബ്രോഡ് ഗേജ്? റെയിൽവേ ലൈനിൽ ബ്രോഡ് ഗേജിന്റെ വിഡ്ത്ത് എത്രയാണ്, അതിന്റെ വീതി എത്രയാണ്? പാസ്. ടീം സി 1.768. തെറ്റാണ്. ഇനി ആർക്ക് വേണമെങ്കിലും ആൻസർ പറയാം. 1.16. തെറ്റാണ്. 1.676. യെസ്, ടീം എയുടെ ആൻസർ കറക്റ്റ് ആണ്, 1.676. ടീം എക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം സിയോടാണ്. ഹൗ മച്ച് മീറ്റർ ഈസ് ദ റെയിൽ ഗേജ് ഓഫ് നാരോ ഗേജ്? റെയിൽവേയിൽ നാരോ ഗേജിന്റെ വിഡ്ത്ത് എത്രയാണ്? 0.5. തെറ്റാണ്. ടീം ബിയോടാണ്. 0.863. തെറ്റാണ്. ഇനി ഏത് ടീമിന് വേണമെങ്കിലും പറയാം. 0.610. യെസ്, കറക്റ്റ് ആൻസർ. കൺഗ്രാജുലേഷൻ ഫോർ ടീം ഇ. യെസ്, rail gauge, broad gauge, meter gauge and narrow gauge. Rail gauge can be divided as 3: broad gauge, meter gauge and narrow gauge. Width between the rails: broad gauge 1.676 meters, meter gauge 1 meter and narrow gauge 0.762 or 0.610 meter. Proportionate to rail length in India: broad gauge 74%, meter gauge 21% and narrow gauge 5%. Team ബിയോടാണ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് പ്ലേസസ് ഈസ് കണക്റ്റഡ് ബൈ NW1? നാഷണൽ വാട്ടർവേസ് നമ്പർ 1 ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഏതെല്ലാം പ്രദേശങ്ങളെയാണ് നാഷണൽ വാട്ടർവേസ് നമ്പർ 1 ബന്ധിപ്പിക്കുന്നത്? ഗംഗാ നദിയിലെ അലഹാബാദ് മുതൽ ഹാൽഡി വരെ. യെസ്, കറക്റ്റ് ആൻസർ. ടീം ബി ഗോട്ട് 5 മാർക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. വിച്ച് പ്ലേസസ് ഈസ് കണക്റ്റഡ് വിത്ത് NW3? കൊല്ലം ടു കോട്ടപ്പുറം. യെസ്, NW3 കൊല്ലം കോട്ടപ്പുറം. കറക്റ്റ് ആൻസർ. ടീം എ ഗോട്ട് 5 മാർക്സ്. നാഷണൽ വാട്ടർവേസ് NW1, NW2, NW3, NW4, NW5. NW means National Waterways. Allahabad to Haldia in the river Ganga, NW1. NW2, Sadia to Dhrubi, the rivers in Brahmaputra. National Waterways. കേരളത്തിലെ ആകെയുള്ള നാഷണൽ വാട്ടർവേസ് ആണ് NW3 കൊല്ലം കോട്ടപ്പുറം, വെസ്റ്റ് കോസ്റ്റൽ കനാൽ ഇൻ കേരള ഫ്രം കൊല്ലം ടു കോട്ടപ്പുറം. നെക്സ്റ്റ് NW4 ആണ് കനാൽ ഫ്രം കാക്കിനഡ ടു പുതുച്ചേരി, ലിങ്കിങ് ഗോദാവരി ആൻഡ് കൃഷ്ണ. നാഷണൽ വാട്ടർവേസ് നമ്പർ 5 ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ റിവർ സിസ്റ്റം ലിങ്ക്ഡ് ടു ഈസ്റ്റ് കോസ്റ്റൽ കനാൽ. ഓക്കെ, 5ാം റൗണ്ടിലെ പോയിന്റ് നില നമുക്കൊന്ന് പരിശോധിക്കാം. ടീം എ 10 മാർക്ക്, ടീം ബി 10 മാർക്ക്, ടീം സി 5 മാർക്ക്, ടീം ഡി മാർക്കൊന്നും ലഭിച്ചിട്ടില്ല, ടീം ഇ 10 മാർക്ക്. ഇന്നത്തെ പ്രശ്നോത്തരി മത്സരത്തിൽ 5 റൗണ്ട് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ആകെ പോയിന്റ് നില നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ടീം എ 58, ടീം ബി 48 പോയിന്റ്, ടീം സി 48 പോയിന്റ്, ടീം ഡി 10 പോയിന്റ്, ടീം ഇ 54, 54. അടുത്ത റൗണ്ട് 6ാമത്തെ റൗണ്ടാണ്. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. അപ്പോൾ ആൻസർ കറക്റ്റ് ആൻസർ പറയുന്നവർക്ക് 10 മാർക്കും പാസ് 5 മാർക്കാണ്. ഇനി അറിയില്ല എങ്കിൽ അടുത്ത ടീമിന്, ഏത് ടീമിന് വേണമെങ്കിലും ആൻസർ പറയാവുന്നതാണ്, പക്ഷെ അതിന് മാർക്ക് നൽകുന്നതല്ല. ടീം എയോടാണ് ആദ്യ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി? പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളുടെ സവിശേഷതകൾ എന്തെല്ലാം? അതിൽ ഏതാണ് പാരമ്പര്യേതര ഊർജ രൂപങ്ങൾ എന്ന് പറയാം, അതിൻ്റെ സവിശേഷതകളും പറയാം. വിൻഡ് എനർജി, സോളാർ എനർജി, ടൈഡൽ എനർജി, വേവ് എനർജി. ഇവയൊക്കെ റിന്യൂവബിളും അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലിയുമായുള്ള ചീപ്പും ആയിട്ടുള്ള എനർജി മെത്തേഡ്സ് ആണ്.
യെസ്, കറക്റ്റ് ആൻസർ. ടീം എ ഗോട്ട് 10 മാർക്സ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കൺവെൻഷൻ സോഴ്സ് ഓഫ് എനർജി? ഏതെല്ലാം കൺവെൻഷൻ സോഴ്സ് ഓഫ് എനർജി എന്നും പറയാം, അതിൻ്റെ സവിശേഷതകളുമാണ് പറയേണ്ടത്. പെട്രോള്, ഡീസൽ, കൽക്കരി ഇവയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ കൊണ്ട് പറയാനുള്ളത്, ഇത് ഒരു കൂടുതൽ ഇല്ല, അധികമായി ഇല്ല, അതുകൊണ്ട് തന്നെ ഈ നിശ്ചിത അളവിലേ ഇത് ഉപയോഗിക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളുമുണ്ട്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളുമുണ്ട്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ് സോളാർ എനർജി, വിൻഡ് എനർജി, വേവ് എനർജി, ടൈഡ് എനർജി, ബയോഗ്യാസ്. ഇവ ഇക്കോ ഫ്രണ്ട്ലി ആണ്, ചീപ്പാണ്, റിന്യൂവബിൾ ആണ്. എന്നാൽ കൺവെൻഷൻ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് കോൾ, പെട്രോളിയം എന്നിവയാണ്. ഇവ ഉപയോഗിക്കുന്നതോറും തീർന്നു പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് പുനരുൽപാദനം കുറവാണ്, വില കൂടുതലാണ്, ഇക്കോ ഫ്രണ്ട്ലി അല്ല, പരിസ്ഥിതി മലിനീകരണം കൂടുതലാണ്. ഓക്കെ, ടീം ബി 10 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം സിയോടാണ്. നമ്മുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റം അഥവാ ഗതാഗത സൗകര്യങ്ങളെ കുറിച്ച് അറിയാവുന്നതാണ്. ഗതാഗത സൗകര്യങ്ങളെ നമുക്ക് 4 തരംതിരിക്കാം. അതിൽ റോഡ് ഗതാഗതത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുക. റോഡ് ഗതാഗതം 4 തരമുണ്ട്. ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ, ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ. ഇതിൽ ഗ്രാമീണ റോഡുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. യെസ്, ടീം സി കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. റോഡ് ഗതാഗതം എന്ന് പറയുമ്പോൾ നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, ഡിസ്ട്രിക്ട് റോഡ്സ്, വില്ലേജ് റോഡ്. നാഷണൽ ഹൈവേയുടെ നിർമ്മാണവും അതിൻ്റെ പുനരുദ്ധാരണവും നടത്തുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. സംസ്ഥാന ഹൈവേയുടേത് സംസ്ഥാന ഗവൺമെൻറ് ആണ്. ഡിസ്ട്രിക്ട് റോഡിൻ്റെ നിർമ്മാണവും പുനരുദ്ധാരണവും നടത്തുന്നത് ജില്ലാ പഞ്ചായത്താണ്. വില്ലേജ് റോഡുകളുടെ ഗ്രാമപഞ്ചായത്താണ്. ഏറ്റവും കൂടുതൽ റോഡ് വില്ലേജ് റോഡുകളാണ്. ഓക്കെ, ടീം സി 10 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ഡിയോടാണ്. ജലഗതാഗതത്തിന്റെ സവിശേഷതകൾ. വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ സവിശേഷതകൾ എന്തെല്ലാം? Largest cargo transport, does not cause environmental pollution, cheap availability of transport. യെസ്, കറക്റ്റ് ആൻസർ. വാട്ടർ ട്രാൻസ്പോർട്ട്. വാട്ടർ ട്രാൻസ്പോർട്ട് ഈസ് ദ cheapest means of transport, suited for large scale cargo transport, does not cause environment pollution, most suited for international trade. Team D got 10 marks. Next question, Team E. What are the water bodies largely used for inland water transport in India? ഇന്ത്യയിൽ വാട്ടർ ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കുന്ന വാട്ടർ ബോഡികൾ ഏതൊക്കെയാണെന്ന ചോദ്യം. ഏതെല്ലാം റിവേഴ്സിലാണ് ഇൻലൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഉള്ളത് എന്നാണ് പറയേണ്ടത്. ബ്രഹ്മപുത്ര ആൻഡ് ഗംഗ. യെസ്, അഗെയിൻ പൂർണ്ണമായി ആൻസർ പറഞ്ഞില്ല ടീം ഇ, അതുകൊണ്ട് പാസ്. ടീം എക്ക് പറയാവുന്നതാണ്. ഗംഗ, ബ്രഹ്മപുത്ര ആൻഡ് its tributaries, ഗോദാവരി, കൃഷ്ണ ആൻഡ് its tributaries, backwaters of Kerala, Buckingham Canal of Andhra, Tamil Nadu region. യെസ്, കറക്റ്റ് ആൻസർ. ഗംഗ, ബ്രഹ്മപുത്ര റിവേഴ്സ് ആൻഡ് ദ ട്രൈബ്യൂട്ടറീസ്, ഗോദാവരി, കൃഷ്ണ റിവേഴ്സ് ആൻഡ് ദ ട്രൈബ്യൂട്ടറീസ്, ബക്കിംഗ്ഹാം കനാൽ ഓഫ് ആന്ധ്ര ആൻഡ് തമിഴ്നാട് റീജിയൻ, മണ്ടോവി ആൻഡ് സുവായ് റിവേഴ്സ് ഓഫ് ഗോവ, ബാക്ക്വാട്ടേഴ്സ് ഓഫ് കേരള. വാട്ടർ ട്രാൻസ്പോർട്ട് ജനറലി ക്ലാസിഫൈഡ് ആസ് ഇൻലൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് മറൈൻ വാട്ടർ ട്രാൻസ്പോർട്ട്. അതിൽ ഇൻലൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ഫീച്ചേഴ്സാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞ വാട്ടർ ബോഡീസാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പാസ് ചെയ്തതിനാൽ ടീം എ 5 മാർക്കിന് അർഹത നേടിയിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ഇയോട് തന്നെയാണ്. എങ്ങനെയാണ് നമുക്ക് ക്യാഷ് ക്രോപ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക? ഫുഡ് ക്രോപ്സ് ഉണ്ട്, ക്യാഷ് ക്രോപ്സ് ഉണ്ട്. അതിൽ ക്യാഷ് ക്രോപ്സിനെ എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം? എക്സാമ്പിളോടെ ക്ലാസിഫൈ ചെയ്യണം. ഫൈബർ ക്രോപ്സ്, കോട്ടൺ, ജൂട്ട്, ബീവറേജസ്, ടീ ആൻഡ് കോഫി, സ്പൈസസ്, എക്സാമ്പിൾ പെപ്പർ ആൻഡ് കാർഡമം. വൺ മോർ. യെസ്, ഷുഗർ കെയിൻ ആൻഡ് റബ്ബർ. ആൻസർ മാക്സിമം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടീം ഇ 10 മാർക്കിന് അർഹത നേടിയിരിക്കുകയാണ്. അതായത് ക്യാഷ് ക്രോപ്സ് നമുക്ക് 4 തരംതിരിക്കാവുന്നത്. ഫൈബർ ക്രോപ്സ് ആണ്, ബിവറേജ് ക്രോപ്സ് ആണ്, സ്പൈസസ്, അതർ ക്രോപ്സ്. ഫൈബർ ക്രോപ്സ് എന്ന് പറയുമ്പോൾ കോട്ടൺ, ജൂട്ട്, ഫൈബർ നാരുകളാണ്. ഫൈബർ നാരുകളുടെ ക്രോപ്സ് ആണ്. ബിവറേജ് ക്രോപ്സ് നമുക്ക് പാനീയം എന്ന് പറയും, നമുക്ക് കുടിക്കുന്ന, അതായത് ടീ ആൻഡ് കോഫി ആണ്. സ്പൈസസ് സുഗന്ധദ്രവ്യങ്ങളാണ്, കാർഡമം, പെപ്പർ. അതർ ക്രോപ്സ് എന്ന് പറയുന്നത് ഷുഗർ കെയിനും റബ്ബറുമാണ്. ഓക്കെ, ടീം ഡിയോടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഫേവറബിൾ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് മുംബൈ ടു ബിക്കം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോട്ടൺ ടെക്സ്റ്റൈൽ സെൻറ്റർ? മുംബൈയെ
ഒരു പ്രധാനപ്പെട്ട കോട്ടൺ ടെക്സ്റ്റൈൽ സെന്റർ ആക്കുവാനുള്ള അനുകൂല ഘടകങ്ങൾ ഏതൊക്കെയാണ്? യെസ്. Availability of raw materials from neighboring countries, freshwater availability, human resource availability, export and import possibilities in Mumbai port. യെസ്, കറക്റ്റ് ആൻസർ. ടീം ഡി 10 മാർക്ക് നേടിയിരിക്കുകയാണ്. Radio teacher. Radio teacher. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. നമുക്കറിയാം പാഠഭാഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോട്ടൺ കൾട്ടിവേഷൻ. ഏറ്റവും വലിയ ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആണ്. ആദ്യം ആരംഭിച്ചത് കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ബോംബെയാണ്. ഇതിനെ യൂണിവേഴ്സ് ഓഫ് ഫൈബർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. പലപ്പോഴും ഇതിന് അനുയോജ്യമായ മണ്ണ് എന്ന് പറയുന്നത് ബ്ലാക്ക് കോട്ടൺ സോയിലാണ്, കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണ് ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ബസാൾട്ട് മണ്ണുകളാണ് ഇത് അടങ്ങിയിരിക്കുന്നത്. അതാണ് ഏറ്റവും അനുയോജ്യമായിരിക്കുന്നത് കോട്ടൺ കൾട്ടിവേഷന്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ഡിഫറൻറ്റ് ക്രോപ്പിംഗ് സീസൺ ആൻഡ് ഇറ്റ് ഫീച്ചേഴ്സ്, മേജർ ക്രോപ്സ്, ഹാർവെസ്റ്റിംഗ് പീരീഡ് ആൻഡ് സോയിങ് പീരീഡ് എക്സെട്ര. അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്രോപ്പിംഗ് സീസണെ കുറിച്ച്, വിളകളെ കുറിച്ച് വിശദമാക്കാം. ടീം സിയോടാണ് ക്വസ്റ്റ്യൻ. ഖാരീഫ്, റാബി, സൈദ് 3 കാർഷിക കാലങ്ങളാണുള്ളത്. ഖാരീഫ് ജൂണിൽ തുടങ്ങി നവംബറിൽ അവസാനിക്കുന്നു. നെല്ല്, കരിമ്പ് എന്നിവയാണ് വിളകൾ. റാബിയിൽ നവംബറിൽ ആരംഭിച്ച് മാർച്ചിൽ അവസാനിക്കുന്നു. ഗോതമ്പ് എന്നിവയാണ് വിളകൾ. സൈദിൽ മാർച്ചിൽ ആരംഭിച്ച് ജൂണിൽ അവസാനിക്കുന്നു. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയാണ് വിളകൾ. യെസ്, ടീം സി ഗോട്ട് 10 മാർക്സ്. കാർഷിക കാലങ്ങളാണ് 3 തരം കാലങ്ങളാണുള്ളത്: ഖാരിഫ്, റാബി, സയ്ദ്. അതിൽ വിളവിറക്കൽ കാലവുമുണ്ട്, വിളവെടുക്കുന്ന കാലവുമുണ്ട്. വിളവിറക്കുന്നത് ജൂണിലാണ്, അഥവാ മൺസൂണിൻ്റെ ആരംഭത്തിലാണ്. നവംബറിലാണത് വിളവെടുക്കുന്നത്. മൺസൂണിൻ്റെ അവസാന കാലമാണ്. പ്രധാനപ്പെട്ട വിളകൾ എന്ന് പറയുന്നത് നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല. രണ്ടാമത്തെ വിളയാണ് റാബി. നവംബർ മധ്യത്തിലാണ് അത് വിള ഇറക്കുന്നത്. ശൈത്യകാല ആരംഭമാണ്. വിളവെടുക്കുന്ന കാലം മാർച്ചാണ്, വേനലിൻ്റെ ആരംഭം. പ്രധാന വിളകൾ ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ എന്നിവയാണ്. സയ്ദ് മൂന്നാമത്തെ ഇനമാണ് സയ്ദ്. അത് മാർച്ചിൽ ആരംഭിക്കുന്നു, വേനലിൻ്റെ ആരംഭത്തിലാണ്. ജൂണിലാണ് അവസാനിക്കുന്നത്, മൺസൂണിൻ്റെ ആരംഭത്തിൽ. പഴങ്ങൾ, പച്ചക്കറികൾ, തണ്ണിമത്തൻ ഇവ സയ്ദ് കാലത്തിലാണ് കൃഷി ഇറക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണിനെ കുറിച്ച് വിശദമാക്കുക. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കും ഉണ്ടാവുക. ഈ സമയത്ത് കര വേഗത്തിൽ ചൂടാകും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമുദ്രത്തിൽ ന്യൂനമർദ്ദമായിരിക്കും അനുഭവപ്പെടുക. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉച്ചമർദ്ദമായിരിക്കും അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ ഉച്ചമർദ്ദത്തിൽ നിന്ന് ന്യൂനമർദ്ദത്തിലേക്ക് കാറ്റ് വീശുന്നതായിരിക്കും. കൊറിയോലിസ് പ്രഭാവത്താൽ ഇതിന് തെക്ക് ഭാഗത്തേക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നത്. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായി ആവിർഭവിക്കുന്നത്. ഇത് 2 ശാഖകളായി പിരിയുന്നുണ്ട്: ബംഗാൾ ഉൾക്കടൽ ശാഖയും അറബിക്കടൽ ശാഖയും. ആദ്യം ഇത് പടിഞ്ഞാറ് ഭാഗത്തൂടെ സഞ്ചരിച്ച് ഗുജറാത്ത്, കേരളം, കർണാടകം എന്നിവിടങ്ങളിലേക്ക് മഴ പെയ്യിച്ച് രാജസ്ഥാനിലൂടെ മഴ പെയ്യുന്നില്ല. കാരണം ആരവല്ലി പർവ്വതത്തിലേക്ക് സമാന്തരമായിട്ടാണ് ഈ അറബിക്കടൽ ശാഖ പോകുന്നത്. അതുകൊണ്ട് തന്നെ രാജസ്ഥാനിൽ മഴ പെയ്യുന്നില്ല. അടുത്തത് ബംഗാൾ ഉൾക്കടൽ ശാഖയാണ്. അത് ഡെൽറ്റ പ്രദേശത്തൂടെ കടന്ന് 2 ശാഖകളായി പിരിഞ്ഞ് ഒന്ന് കിഴക്ക് വടക്ക് ദിശയിലേക്ക് പോവുകയും ഒന്ന് മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ മഴ പെയ്യുകയും ചെയ്ത് പഞ്ചാബ്, ഹരിയാന സമതലത്തിൽ വെച്ച് അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും സംയോജിച്ച് ഹിമാലയത്തിന്റെ അടിത്തട്ടിൽ മഴ പെയ്യുന്നു. ചെറിയ പിശകുകളുണ്ട് എങ്കിലും ടീം ബി കറക്റ്റ് ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. 10 മാർക്ക്. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലാകുമ്പോൾ ഇന്ത്യൻ സമതലങ്ങളിൽ ന്യൂനമർദ്ദവും ഇന്ത്യൻ ഓഷ്യൻ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉച്ചമർദ്ദവും, ഉച്ചമർദ്ദമായ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ന്യൂനമർദ്ദമായ ഇന്ത്യൻ മഹാസമതലങ്ങളിലേക്കാണ് കാറ്റ് വീശുന്നത്. ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളാണ്. തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ മുറിച്ച് കടക്കുമ്പോഴാണ് അത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണായിട്ട് മാറുന്നത്. ഒരു കാറ്റിന് പേര് വിളിക്കുന്നത് അത് എവിടുന്നാണോ ഉത്ഭവിക്കുന്നത് അതാണ്. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്നതിനാൽ അത് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ എന്ന് വിളിക്കുകയാണ്. അത് ഏതാണ്ട് ജൂൺ മാസം ആകുമ്പോഴേക്കാണ് ഇന്ത്യയിൽ എത്തുക. അപ്പോൾ ഇന്ത്യയുടെ ഷേപ്പ് വി ഷേപ്പായതിനാൽ അതിന് 2 ബ്രാഞ്ചസ് ആയിട്ട് തന്നെ വിഭജിക്കുകയാണ്. ഒരു ശാഖ അറേബ്യൻ ശാഖ എന്നും മറ്റേ ശാഖ ബംഗാൾ ഉൾക്കടൽ ശാഖ എന്നും അറിയപ്പെടുന്നു.
അറേബ്യൻ ശാഖ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ മഴ പെയ്യ്ക്കുന്നു. കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് ആ പ്രദേശങ്ങളിൽ എത്തുമ്പോഴേക്കും അതിന്റെ ജലാംശം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഗുജറാത്ത് എത്തി ശേഷം ജലാംശം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പുറം ബംഗാൾ ഉൾക്കടൽ ശാഖ ഇന്ത്യയുടെ പൂർവ്വതീരങ്ങളിലേക്ക് പോവുകയും സുന്ദരബനൽ ഡെൽറ്റ പ്രദേശത്ത് വെച്ച് വീണ്ടും രണ്ടായിട്ട് വേർപിരിയുകയാണ്. അതിൽ ഒരു ശാഖ ബ്രഹ്മപുത്ര തടങ്ങളിലേക്ക് പോവുകയും മറ്റേ ശാഖ നേരത്തെ ഉണ്ടായിരുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഗുജറാത്ത് കടന്നെത്തുന്ന ആ ശാഖയുമായിട്ട് ഇന്ത്യൻ ഉത്തര മഹാസമുദ്ര പ്രദേശത്ത് വെച്ച് യോജിക്കുകയും വടക്കോട്ടേക്ക് നീങ്ങുകയും ഹിമാലയ പർവ്വതത്തിന്റെ സ്വാധീനത്താൽ അത് മഴയായിട്ട് പെയ്തിറങ്ങുകയും ചെയ്യുകയാണ്. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. കോൾഡ് വെതർ സീസണിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൾഡ് വെതർ സീസൺ വിത്ത് ദ എക്സാമ്പിൾ ഓഫ് ഫിനോമിന? ഏതെങ്കിലും ഒരു ഫിനോമിന ഉണ്ടെങ്കിൽ ആ ഫിനോമിനയും കൂടി ചേർത്തുകൊണ്ട് പറയണം. പകൽ സമയത്ത് ചൂടും രാത്രി സമയത്ത് നല്ല തണുപ്പുമായിരിക്കും. അതുപോലെ തന്നെ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന ഫിനോമിന ഹാപ്പൻ ചെയ്യുന്നുണ്ട്. കോൾഡ് വെതറിൽ വിന്റർ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയമാണ്. ഫിനോമിന എങ്ങനെയാണ് വരുന്നത്? മെഡിറ്ററേനിയൻ സീയിൽ ഉണ്ടാകുന്ന സൈക്ലോൺസ് കൊറിയോലിസ് ഫോഴ്സ് കൊണ്ട് ഈസ്റ്റിലേക്ക് മൂവ് ചെയ്യും. ഈ ഒരു ഈസ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന ഈ ഒരു സൈക്ലോൺസ് ആണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നത്. യെസ്, അതെ. മെഡിറ്ററേനിയൻ കടലിലുണ്ടാകുന്ന ന്യൂനമർദ്ദം അഥവാ സൈക്ലോണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തുകയും ആ സമയത്ത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് റാബി വിളയായ ഗോതമ്പാണ്. ഗോതമ്പ് കൃഷിക്ക് വളരെ അനുയോജ്യമായ വിധത്തിൽ മഴ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ജെറ്റ് പ്രവാഹങ്ങളാണ്. ജെറ്റ് എയർ കറന്റ് ആണ് ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസസിനെ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് പാർട്ടിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ടീം എ പറഞ്ഞത് കറക്റ്റ് ആൻസർ ആണ്. ടീം എ 10 മാർക്ക് നേടിയിരിക്കുകയാണ്. ആറാമത്തെ റൗണ്ട് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ആറാമത്തെ റൗണ്ടിലെ നമുക്ക് മാർക്ക് നില ഒന്ന് പരിശോധിച്ച് നോക്കാം. ടീം എ 25, ടീം ബി 20 മാർക്ക്, ടീം സി 20, ടീം ഡി 20, ടീം ഇ 10 മാർക്ക്. ഇനി ആകെ പോയിന്റ് നില നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ടീം എ 83 മാർക്ക്, ടീം ബി 68 മാർക്ക്, ടീം സി 68, ടീം ഡി 30 മാർക്ക്, ടീം ഇ 64 മാർക്ക്. ഇന്നത്തെ സോഷ്യൽ സയൻസിലെ ജോഗ്രഫിയുടെ അത്യന്തം വാശിയേറിയ പ്രശ്നോത്തരി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് ടീം എ 83 മാർക്ക്. രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിഷേക് ബി ആൻഡ് ഗൗതം കൃഷ്ണ അവരാണ് 1ാം സ്ഥാനം നേടിയിരിക്കുന്നത്. 2ാം സ്ഥാനം 2 ടീമുകൾ പങ്കിട്ടിരിക്കുകയാണ്. ടീം ബി ആൻഡ് ടീം സി. ടീം ബി ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അദ്വൈത് പ്രകാശ് കെ ആൻഡ് ഹെറിൻ വത്സൻ. ആൻഡ് ടീം സിയും സമാന പോയിന്റ് ആണ്. GHSS മുഴപ്പിലങ്ങാടിലെ ദിയ എ ആൻഡ് സ്നിയ PP 2ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. SSLC എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ പിന്നോക്കമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് നമുക്ക് 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററുകളുണ്ട്. അതിൽ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസും അഥവാ രാഷ്ട്രവും രാഷ്ട്രാന്തശാസ്ത്രം അതിൻ്റെ ഓർ ക്വസ്റ്റ്യനാണ് പൗരബോധം എന്നാണ് വരിക, അഥവാ സിവിക് കോൺഷ്യസ്നെസ്. അത് പഠിക്കുകയാണെങ്കിൽ 8 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഋതുഭേദങ്ങളും സമയവും, അത് കാറ്റിൻ്റെ ഉറവിടം തേടി, അതായത് ജോഗ്രഫിയിലെ 1ഉം 2ഉം ചാപ്റ്ററുകൾ അത് പഠിക്കുകയാണെങ്കിൽ 1ഉം 2ഉം ചാപ്റ്റർ എന്ന് പറയുമ്പോൾ 1ൻ്റെ ഓപ്ഷൻ ആയിരിക്കും 2ാമത്തെ ചാപ്റ്റർ ഉണ്ടാവുക. അതിനും 8 മാർക്കാണ് കിട്ടുക. അപ്പോൾ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ജോഗ്രഫിയിലെ 1ഉം 2ഉം ചാപ്റ്റർ, മറ്റൊന്ന് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ, പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതാണ് ഓർ ക്വസ്റ്റ്യൻ. അതിൽ നിന്നും 8 മാർക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ചാപ്റ്റർ പഠിച്ചാൽ തന്നെ കുട്ടികൾ ചുരുങ്ങിയത് 24 മാർക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം, പോയിന്റ് അടിസ്ഥാനത്തിൽ കുട്ടികൾ കുറച്ചും കൂടി പഠിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നല്ലത്. മാപ്പ് നന്നായിട്ട് പഠിച്ചു പോകേണ്ടതാണ്. മാപ്പിന് 4 മാർക്കാണ്. വളരെ സിമ്പിളാണ് മാപ്പ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ മാപ്പിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൂ. അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കണം. പുറമേ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുകയില്ല.
മറ്റ് വിഷയങ്ങളെ അപേക്ഷിച്ച് സോഷ്യൽ സയൻസിന് ടെക്സ്റ്റ് ബുക്ക് എന്നല്ലാതെ പുറമേ നിന്ന് ഒരു ക്വസ്റ്റ്യനും ചോദിക്കാറില്ല. അപ്പോൾ അറിയാവുന്നതാണ് 80-ൽ 70 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ A+ ആണ്. അപ്പോൾ അതിനുവേണ്ടി നല്ല ഒരു ചിട്ടയായ പഠനം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം കുട്ടികൾ കണ്ടൻറ്റുകൾ തറവായി കഴിഞ്ഞാൽ വ്യത്യസ്ത വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ട് പഠിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആൻസർ, മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആൻസർ എഴുതേണ്ടത്. അറിയാലോ, 1 വേർഡ് 5 മാർക്കിൻ്റെ 1 വേർഡാണ് ഉണ്ടാവുക. അതിനുശേഷം 3 മാർക്ക്, പിന്നെ 4 മാർക്ക്, ജോഗ്രഫിയിൽ 5 മാർക്ക്, എസ്സേക്ക് 5 മാർക്കാണ് ജോഗ്രഫിക്ക്, ഹിസ്റ്ററിക്ക് 6 മാർക്കാണ്. 6 മാർക്കിന് ചുരുങ്ങി 6 പോയിൻ്റ് എന്തായാലും ഉണ്ടായിരിക്കണം. അതോടൊപ്പം 3 മാർക്കിൻ്റെ ആണെങ്കിൽ 3 പോയിൻ്റ് എന്തായാലും ഉണ്ടായിരിക്കണം. 4 മാർക്കിന് 4 പോയിൻ്റ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നേടാൻ പറ്റുള്ളൂ. മറ്റ് വിഷയങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ചാപ്റ്റർ പഠിക്കാനുള്ളതാണ്. 21 ചാപ്റ്റർ കുട്ടികൾ പഠിക്കണം. മറ്റൊരു വിഷയത്തിനും ഇല്ലാത്തതാണ് ഇത്രയും ബൾക്ക് ഏരിയ. പക്ഷെ അതിൽ 6 ചാപ്റ്റർ നമുക്ക് ഓപ്ഷനുള്ള നമുക്ക് സർക്കാർ കുറച്ച് തന്നിട്ടുള്ളതാണ്. അതിൻ്റെ അർത്ഥം 6 പാഠം പഠിക്കണ്ട എന്നുള്ളതല്ല, ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ളത് ആ എളുപ്പമുള്ള രീതിയിൽ അത് പഠിച്ചു വയ്ക്കുക. ഇത്ര മാത്രമേ ഈ എക്സാമിനെ കുറിച്ച് നമുക്ക് സോഷ്യൽ സയൻസിൽ പറയാനുള്ളൂ. ഈ മാത്സ് കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് സോഷ്യൽ സയൻസ് ആണ്. ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ A+ നഷ്ടപ്പെട്ടു പോയേക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പ്രശ്നോത്തരി മത്സരത്തിൽ വിജയിച്ചവർക്കും പങ്കെടുക്കുകയാണ് പ്രധാനം. പിന്നെ വിജയിച്ചവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരുകയാണ്. അതോടൊപ്പം നമുക്കിവിടെ ഇനി വരാൻ പോകുന്ന പൊതുപരീക്ഷയ്ക്കും അതോടൊപ്പം സ്മൈൽ എക്സാം ഉണ്ട്, മോഡൽ എക്സാം ഉണ്ട്. നമ്മുടെ എല്ലാ രക്ഷിതാക്കളും ഉറ്റുനോക്കുന്ന നമ്മുടെ ഈ പൊതുപരീക്ഷ നിങ്ങൾ ആദ്യമായി ചെയ്യുന്ന ഒരു പൊതുപരീക്ഷയാണ്. യാതൊരു ടെൻഷനുമില്ലാതെ ടെൻഷൻ ഫ്രീ ആയിക്കൊണ്ട് പഠിച്ച് ഉയർന്ന ഗ്രേഡുകളിലേക്ക് എത്തുമാറാകട്ടെ എന്നും എല്ലാവർക്കും ഉയർന്ന ഗ്രേഡുകൾ ലഭിക്കുവാനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു ടു ഓൾ. താങ്ക് യു സർ. യെസ്, ഓക്കെ, താങ്ക് യു. റേഡിയോ ടീച്ചർ നാളെ ഇതേ സമയം മലയാളം കേരള പാഠാവലി പ്രശ്നോത്തരി. ക്യൂസ് മാസ്റ്റർ സി നിഷാറാണി, ന്യൂ മാഹി MM ഹയർ സെക്കൻഡറി സ്കൂൾ. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ.